ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൽ നിന്ന് ഒരു ബൈക്ക് വാങ്ങിക്കുകയാണ്. അവരുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നമ്മൾ അതിനെ സർവീസ് ചെയ്യാൻ കൊടുക്കും. ഓരോ സർവീസ് ഇൻ്റർവൽസിനും നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബൈക്ക് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താണോ അവർ നമുക്ക് തരുന്നത്. നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ആ ഒരു പൈസയ്ക്ക് വർത്തായിട്ടുള്ള സാധനം തന്നെ നമ്മുടെ ബൈക്കിനകത്ത് അവർ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ബൈക്കിനകത്ത് നിന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ അവർ നമ്മളറിയാതെ ഊരി മാറ്റുന്നുണ്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡൗട്ട് കുറേ ആൾക്കാർക്കുണ്ട്. പലർക്കും ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ജസ്റ്റ് ഒരു 100cc അല്ലെങ്കിൽ ഒരു 125cc കമ്മ്യൂട്ടർ ബൈക്കാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ആ ബൈക്കിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി തിരിമറി കാണിച്ചാലും ഒരുപാട് ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് ഒരു 150ക്ക് എബോവ് ഉള്ള വണ്ടികളാണ്. അതായത് ഇപ്പോൾ ഒരു R15 അല്ലെങ്കിൽ ഒരു NS200, Duke 200 അല്ലെങ്കിൽ 390s അങ്ങനെ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു ബൈക്കാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബൈക്ക് സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പറ്റിക്കപ്പെടും. നല്ല രീതിയിൽ അവർ നമ്മളെ പറ്റിക്കും. ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ അനുഭവമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഓയിൽ മാറ്റുകയാണെന്ന് വിചാരിക്കുക. പല സ്ഥലങ്ങളിലും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓയിൽ മാറ്റുമ്പോഴത്തേക്കും അവർ സർവീസ് സെൻറ്ററിനകത്ത് തന്നെ അവരുടെ ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് കാണും. അവിടെ നിന്ന് ആ ബ്രാൻഡിൻ്റെ തന്നെ ഓയിൽ അവർ നമ്മുടെ പേരിൽ ബില്ല് ചെയ്ത് മേടിക്കുന്നു. ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഓയിൽ നല്ലൊരു ക്ലീനായിട്ടുള്ള ഒരു ബോക്സിൽ അവർ ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നു. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക്കിന് ഒരു ഓയിൽ കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് എത്ര നാളുകൊണ്ട് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഒരു 70% അവർ ആ പഴയ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് ബാക്കി ഒരു 30% ഓയിൽ അവർ പുതിയ ഓയിൽ ഒഴിക്കും. എന്നിട്ട് ആ ബാക്കിയുള്ള പുതിയ ഓയിൽ അവർ വേറെ വിൽക്കാനുള്ള രീതി ചെയ്ത് അവർ അതിന് കാശ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ആക്സിഡൻ്റ് ആയിട്ട് ബൈക്കുകൾ, ആക്സിഡൻറ്റ് വണ്ടികൾ ഓരോ ഷോറൂമിനകത്ത് നമ്മൾ കുറേ നാളത്തേക്ക് ഇട്ടേക്കും. അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമായി എല്ലാം റെഡിയായി വരും. അപ്പോൾ അതിനകത്ത് നിന്നുള്ള നല്ല പാർട്സ് മാറ്റുന്ന ആൾക്കാരുണ്ട്. യെസ്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൈക്കിനകത്ത് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും മേജർ വർക്ക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ടിന് പുറത്തൊരു ആവശ്യക്കാരനുണ്ടെങ്കിൽ ഈ ബൈക്കിൽ നിന്ന് ഒരു പാർട്ട് ഒരു നല്ല പാർട്ട് ഒരു ആവശ്യക്കാരന് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അവിടെയുള്ള ഒരു ആക്സിഡൻറ്റ് വണ്ടിയിൽ നിന്ന് വേറെ ഏതെങ്കിലും പഴയ പാട്ടുണ്ടെങ്കിൽ അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഷോറൂമുകളെ പറ്റി ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ ഒരു പേടി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബൈക്ക് എടുത്ത സമയത്ത് ഞാൻ വളരെ കെയർഫുള്ളായിരുന്നു. ഞാൻ ബൈക്ക് കൊണ്ട് സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ലീവ് എടുത്ത് മെനക്കെട്ട് ഒരു ദിവസം ഞാനവിടെ നിന്ന് ബൈക്ക് വാങ്ങിച്ചിട്ടേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. അവർ പറയുന്നത് സാർ ബൈക്ക് കൂടെ വെച്ചോളൂ, വൈകിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. ഞാൻ പറയും ഇല്ല കുഴപ്പമില്ല, എനിക്ക് സൈറ്റിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, ചുമ്മാ തള്ളാണ്. ഞാൻ പറയും അതുകൊണ്ട് എനിക്ക് ബൈക്ക് ഇല്ലാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം, നിങ്ങൾ ചെയ്ത് തന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ മെനക്കെട്ടാണ് ഞാൻ ബൈക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓയിൽ സർവീസ് സമയത്തൊന്നും എനിക്ക് അവർ പഴയ ഓയിൽ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. ഞാൻ നോക്കി തന്നെ നിന്നിട്ടുണ്ട് അവർ ഫുൾ പുതിയ ഓയിൽ തന്നെ ഒഴിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മെക്കാനിക്കായിട്ടുള്ളവരുണ്ട്. സോ ഞങ്ങളെല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പല കഥകളും ഞാൻ ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്ന അവരുടെ ഒരു റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെയാണ് ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം തന്നെയുള്ള ഒരു മനുഷ്യർ തന്നെയാണ് ഈ ഒരു ഷോറൂമിനകത്തും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവരെല്ലാവരും വളരെ ചീപ്പായിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഒരു മെക്കാനിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ആൻ ആർട്ട്. നല്ലൊരു മെക്കാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ബൈക്ക് പണിയുന്നത് ഒരു ആർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ കണ്ടില്ലേ ചില ആൾക്കാർ നല്ല ആത്മാർത്ഥമായിട്ട് വണ്ടിയിൽ പണി ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നല്ല നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ നല്ല ഫീലായിരിക്കും. നല്ല രീതിയിൽ നമ്മുടെ ബൈക്കിൻ്റെ എല്ലാ പ്രശ്നവും മാറും. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ ഒരു ഷോറൂമിനകത്ത് നിൽക്കുന്നത്. പക്ഷേ തുച്ഛമായിട്ടുള്ള രീതിയിൽ അവർക്ക് സാലറി കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മനസ്സിലായില്ലേ? എല്ലാ ആവശ്യങ്ങളും അവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാലറി പ്രതീക്ഷിച്ച് അവർ നിൽക്കുമ്പോഴത്തേക്കും വളരെ ചീപ്പായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? സോ അവരുടെ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമുക്കതിൽ എന്ത് പറയാൻ പറ്റും? ഇതൊന്നും ആരെയും നമുക്ക് ഇന്നൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ന കുറേ ആൾക്കാർ കാരണമാണെന്ന് പറഞ്ഞാൽ ആരെയും പഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സർവീസിന് കൊടുത്തിട്ട് ബൈക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ MT-15, അപ്പോൾ ഇതൊരു കൊച്ചു കാര്യമാണ്. അപ്പോൾ ആ MT-15 അവൻ സർവീസിന് കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്കും ഈ ഹാൻഡിലിൻ്റെ രണ്ട് എൻഡിലും ഈ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവൻ്റെ ബൈക്കിൽ നല്ല ബ്ലാക്ക് കളറിൽ നല്ല പുതിയ സാധനമാണ് കിടന്നത് ബൈക്കിൽ. ഈ വണ്ടി സർവീസിന് കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്കും ഫുള്ള് പെയിൻ്റൊക്കെ പോയി സ്ക്രാച്ചായ ഒരു പഴയത് രണ്ടെണ്ണം കിടക്കുന്നു. അപ്പോൾ
ആ സമയത്ത് ഞാൻ ഷോറൂമിൽ എൻ്റെ ഈ ഒരു ലാസ്റ്റ് പ്രശ്നമൊക്കെ നടക്കുന്ന ടൈമായിരുന്നു. ഞാനപ്പോൾ ഈ ഒരു സീനായിട്ട് ഞാൻ ഷോറൂമിൽ നിൽക്കുന്നു. അപ്പോൾ ഇവൻ ഈ MT-15 കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് കാര്യം എന്ന് വെച്ചപ്പോഴത്തേക്കാണ് അവൻ ഈ ഒരു പ്രശ്നം പറയുന്നത്. നോക്കിയ സമയത്ത് വേറെയാണ്. അവൻ കയറി നല്ല പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ഷോറൂമുകാർ പറയുന്നത് നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനെ ആയിരിക്കും, ഇതൊന്നും ഊരിയെടുക്കേണ്ട ആവശ്യം നമുക്കില്ലെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ അവൻ നല്ല പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അപ്പോൾ തന്നെ പുതിയത് വേറെ ഇട്ട് കൊടുത്തു വിട്ടവനെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു നമ്മൾ കറക്റ്റ് വണ്ടി നോക്കി വെച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഇൻ കേസ് വിഷ്വലി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പാർട്സ് മാറിയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ പോയി സംസാരിച്ച് പുതിയ പാർട്സ് അതിനെക്കൂട്ട് മാറ്റി ഇടിപ്പിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. നമ്മൾ സർവീസിന് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അവിടെ ചെന്ന് നിന്ന് നോക്കി മാക്സിമം ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വെളിയിൽ നിന്നിട്ട് ഞാൻ നോക്കി നിൽക്കും ഇതിലെന്താണ് ചെയ്യുന്നുള്ളത്. അതുപോലെ നോക്കി നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ എൻ്റെ ബൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ബൈക്ക് ഞാൻ ഇങ്ങനെ ഒരുപാട് ദിവസമൊന്നും ഷോറൂമിൽ ഇടേണ്ട സിറ്റുവേഷനൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അത് ഒരു പ്രാവശ്യം അവർ പൊളിച്ചിട്ട്, അതായത് റേഡിയേറ്റർ ഫാൻ ഇഷ്യൂ ആയി അവർ പൊളിച്ചിട്ട് തിരിച്ചു വെച്ചപ്പോഴാണ് കംപ്ലീറ്റ് നേരെ ലോക്കൊന്നും ഇടാതെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഷോറൂമിൽ കൊടുക്കാൻ നിർത്തിയത്. അതിന് മുമ്പ് തന്നെ ഈ ഓയിൽ ചേഞ്ച് പീരിയോഡിക് സർവീസിനൊക്കെ പോകുന്ന സമയത്ത് മുമ്പേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ ബൈക്കിന് പണിയിട്ടായിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് ലീവ് എടുക്കും. രാവിലെ ചെല്ലും, അവിടെ ടോക്കൺ എടുത്ത് ബൈക്ക് അകത്ത് കയറണം. അകത്ത് കയറ്റി കഴിഞ്ഞാൽ ഒരു 10-11, ഇപ്പോൾ നമ്മളൊരു 9 മണിക്കോ ഒരു 8:30-9 മണിക്കോ ബൈക്ക് അകത്ത് കയറ്റിയാലും ഒരു 10 മണിക്ക് ശേഷമേ അവർ ബൈക്കിൽ വർക്ക് തുടങ്ങുള്ളൂ. അപ്പോൾ ഏകദേശം 10-11 മണി അടുപ്പിച്ചായിരിക്കും നമ്മുടെ ബൈക്ക് എടുത്ത് വയ്ക്കുക. ഇത്രയും സമയം ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഈ നമുക്ക് കസ്റ്റമർ ലോഞ്ചിനകത്ത് ഇരുന്നിട്ട് ക്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം. ഞാൻ നോക്കി നിൽക്കും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സർവീസുകൾക്കെല്ലാം ഞാൻ നോക്കി നിൽക്കും. ഇവർ ഓയിൽ കറക്റ്റ് ഒഴിക്കുന്നുണ്ടോ, ഓയിൽ ഫിൽട്ടർ പുതിയത് തന്നെ ഇടുന്നുണ്ടോ. കേടാണെങ്കിൽ ഞാൻ നിന്ന് നോക്കി ഫുൾ അവർ പുതിയ ഓയിലാണ് ഒഴിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഞാൻ വണ്ടി എടുത്തിട്ട് വരുന്നത്. പിന്നെ ആകെപ്പാടെ ഈ ഒരു വാറണ്ടി അവർക്ക് ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഒരു റേഡിയേറ്റർ ഫാനിൻ്റെ കാര്യത്തിന് അവർ ബൈക്ക് പൊളിച്ച സമയത്ത് എനിക്ക് ഒരു ദിവസം കൊണ്ട് അവർ ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വാറണ്ടി അത് അവർക്ക് അപ്രൂവൽ കിട്ടണം, വണ്ടിയോട് വയ്ക്കണമെന്ന് പറഞ്ഞു. ഒരു നൈറ്റാണ് ഞാൻ വണ്ടിയോട് വെച്ചത്. എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് വണ്ടി എടുത്ത് തന്നു. എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിപാടി നിർത്തിയത്. എന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബൈക്കിൽ. അപ്പോൾ അവൻ്റെ ഇതിൽ കൊണ്ടുപോയതിനു ശേഷം എൻ്റെ ബൈക്കിന് ഇപ്പോൾ വേറെ ഒരു ഇഷ്യൂ ഇല്ല. കറക്റ്റായിട്ട് ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ബൈക്ക് സർവീസ് ചെയ്ത് കൊണ്ടെടുക്കുന്നത്. 600cc താഴോട്ടുള്ള ബൈക്കുകൾ സെയിൽ ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും ഏകദേശം അവസ്ഥയിലൊക്കെ തന്നെയാണ്. പിന്നെ 600 തൊട്ട് മേളിലോട്ടുള്ള വണ്ടികളുടെ ഒഫീഷ്യൽ സർവീസ് സെൻറ്ററിനകത്ത് എന്താണ് നടക്കുന്നതിനെ പറ്റി ഐഡിയ എനിക്കില്ല. അതിനെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ താഴെ കമൻറ്റായിട്ട് എഴുതുക. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബൈക്ക് സർവീസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കുക. അവർ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് മാറുന്നുണ്ടോയെന്ന് നമ്മൾ മെനക്കെട്ട് നിന്ന് നോക്കിയാലേ പറ്റത്തുള്ളൂ. നിങ്ങൾ സർവീസ് സെൻറ്ററിലാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കുക. പിന്നെ ബൈക്കൊന്നും ഒരുപാട് ദിവസമൊന്നും കൊണ്ടുവന്ന് ഷോറൂം സർവീസ് സെൻറ്ററിനകത്ത് കൊണ്ട് ഇട്ടേക്കരുത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ ഓതറൈസ്ഡ് അല്ലാത്ത പുറത്തുള്ള ലോക്കൽ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സോ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇതുപോലുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റോറൂമിൽ കൊടുക്കേണ്ട, അതിന് പകരം നമുക്ക് പുറത്ത് പോയി സർവീസ് ചെയ്യാന്ന് വിചാരിച്ചാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ലൊരു പരിചയമുള്ള വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുക്കുക. അതായത് ആ നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുന്ന ആളും നമ്മളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പുള്ളി നമ്മളെ പറ്റിക്കൂല എന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊടുത്താലും അതല്ല പുറത്തുള്ള സർവീസ് സെൻറ്റേഴ്സിൽ കൊടുത്താലും നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഓരോ ഫേമസ് ആയിട്ടുള്ള പേജുകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ അടുത്തും പോയി സർവീസ് ചെയ്തിട്ടുള്ളവർ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിച്ചു നോക്കിയാൽ നമുക്ക് ഓരോ സർവീസ് സ്റ്റേഷനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് പിക്ചർ നമുക്ക് കിട്ടും. പുറത്തുള്ള അല്ലാതെ ലോക്കൽ വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഇതുപോലുള്ള സെയിം അവസ്ഥയൊക്കെ തന്നെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഓരോ വണ്ടി വരും. അത് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്ത് വിട്ടാൽ അവർക്ക് ഒരു തുച്ഛമായ പൈസ ആയിരിക്കും കിട്ടുക. അപ്പോൾ അവർക്ക് അതിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിന്ന് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അവർക്ക് പൈസ കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ വിശ്വസിച്ച് വണ്ടി കൊടുക്കാം. അവർക്ക് കുറച്ച് എക്സ്ട്രാ ക്യാഷ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല വർക്ക് നീറ്റാണെങ്കിൽ പൈസ നമ്മൾ എക്സ്ട്രാ നമുക്ക് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രത്തോളം ഒരു കഷ്ടപ്പാടുണ്ട് ഈ ഒരു ബൈക്കൊക്കെ റെഡിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ വണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്ത് ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കും. എനിക്കതിൽ വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് ബൈക്ക് റെഡിയാക്കി തന്നാൽ മതി. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തോ അതിൽ ഒരു നഷ്ടവും ഇല്ല. അവർ ആത്മാർത്ഥമായിട്ടാണ് വണ്ടിയിൽ പണി ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. വണ്ടി സർവീസിന് കൊടുക്കുമ്പോഴത്തേക്കും ഏതൊരു ബൈക്കാണെങ്കിലും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും.